പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. നമ്മളൊക്കെ കുട്ടികൾക്ക് ഭക്ഷണ സാധനങ്ങൾ അവർ തനിച്ച് കഴിച്ചോട്ടെ എന്ന് കരുതി ഒരു പ്ലേറ്റിലാക്കി നമ്മളൊക്കെ വെച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായും ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളാണ്. നഷ്ടപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മളിത് മക്കൾക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കില്ല. അപ്പോൾ അവരെങ്ങനെയാണ് ഇത് കഴിക്കുന്നത്, മുഴുവനായിട്ട് അങ്ങ് വിഴുങ്ങുകയാണോ, ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ ഒരു അപകടം വന്നിരിക്കുകയാണ് ഒരു 2.5 വയസ്സുള്ള ഒരു കുട്ടിക്ക്. സുബ്ഹാനല്ലാഹ്, ഒരു നാരങ്ങച്ചൊള തൊണ്ടയിൽ കുടുങ്ങിയാണ് ഈ കുട്ടി മരണപ്പെടുന്നത്. നാരങ്ങയുടെ അല്ലി. വളരെ നിസാരമായ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെയൊക്കെ മക്കൾ മരണപ്പെട്ടു പോകുന്നത്. കൊടക്കാട് കൂട്ടുമുച്ചിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. 2 വയസ്സുകാരി മധുര നാരങ്ങയുടെ ചുള തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെട്ടു. ചെറിയൊരു അശ്രദ്ധ മൂലമുണ്ടാകുന്ന മരണമാണ് നടന്നിരിക്കുന്നത്. അധിക മാതാപിതാക്കളും മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇതുപോലെയായിരിക്കും. അവർക്ക് എന്തെങ്കിലും പ്ലേറ്റിൽ വെച്ചു കൊടുത്ത് അവരങ്ങ് ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെയാണ് ഇതുപോലുള്ള അപകടങ്ങളൊക്കെ വരുന്നത്. മക്കൾക്ക് അറിയില്ലല്ലോ ഇത് എങ്ങനെ കഴിക്കണമെന്ന്. ചിലപ്പോൾ ചില മക്കൾ അത് മുഴുവനായി അങ്ങ് വിഴുങ്ങിക്കളയും. അങ്ങനെ എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണ സാധനങ്ങൾ ഒന്നെങ്കിൽ നമുക്ക് അവരുടെ വായിൽ വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് കഴിച്ച് ശീലിക്കാൻ വേണ്ടി നമ്മൾ അവരുടെ അടുത്ത് തന്നെ നിൽക്കുക. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളാണ്. നഷ്ടപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഒരു അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടത് നമ്മുടെ മക്കളല്ലേ. മധുര നാരങ്ങ പൊളിച്ച് ഇല്ലി പാത്രത്തിൽ നിന്നും കുട്ടി തനിയെ കഴിക്കുന്നതിനിടെയാണ് സംഭവം നടന്നിരിക്കുന്നത്. ചോളായിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. എനിക്കും നിങ്ങൾക്കും അറിയാത്ത എവിടെന്നൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. പടച്ചറബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യുക, പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലം പടച്ചറബ് നമുക്കും നൽകും. പ്രിയപ്പെട്ടവരെ, വേറെയും ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. ഇടുക്കിയിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് ചികിത്സയിലായിരിക്കുന്ന ഒരു യുവതി മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇടുക്കി നെടുങ്കണ്ടത്താണ് സംഭവം നടന്നിരിക്കുന്നത്. ഓട്ടോയിൽ നിന്ന് തെറിച്ചു വീണ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. നെടുങ്കണ്ടം ഇലവങ്കടത്തിൽ സുൽഫത്ത് നിജാസാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടം ടൗണിലൂടെ ഓട്ടോയിൽ സഞ്ചരിക്കവെയാണ് സുൽഫത്ത് പുറത്തേക്ക് തെറിച്ചു വീഴുന്നത്. സുബ്ഹാനല്ലാഹ്. രക്തസമ്മർദ്ദത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ഛർദ്ദിക്കാൻ വേണ്ടി പുറത്തേക്ക് തലയിട്ടപ്പോഴാണ് സുൽഫത്ത് റോഡിലേക്ക് തെറിച്ചു വീഴുന്നത്. വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു മരണം തന്നെയാണ് പടച്ചറബ്ബേ. പുറത്തേക്ക് തെറിച്ചു വീണ സുൽഫത്തിന്റെ തല റോഡിലേക്ക് ഇടിക്കുകയായിരുന്നു. തലക്കേറ്റ പരിക്കാണ് മരണത്തിന് കാരണമായത്. പടച്ചറബ്ബ് ഓരോരുത്തർക്കും ഓരോ മരണകാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ ഒരു കാരണം, അതാണ് മരണം. പടച്ചറബ്ബ് നിശ്ചയിച്ചുറപ്പിച്ച മരണത്തിൽ നിന്നും നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. അത് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കിയാലും ഒരു രക്ഷയുമില്ല. പടച്ചറബ്ബ് അവർക്ക് അത്രേ ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്നോർത്ത് സമാധാനിക്കാം. ഓട്ടോയിൽ നിന്നും വീഴുന്ന CCTV ദൃശ്യങ്ങളിലാണ് വ്യക്തമായി മനസ്സിലായത്. രക്തസമ്മർദ്ദം മൂലം ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ യുവതി ഓട്ടോയിൽ നിന്നും പുറത്തേക്ക് വീഴുന്നത്. പടച്ചറബ്ബിന്റെ മരണക്കണിയൊന്ന് നിങ്ങൾ നോക്കിയേ. ചികിത്സിക്കാൻ വേണ്ടി പോകുന്ന വഴിയാണ് അപകടത്തിൽപ്പെടുത്തുന്നത്. അവിടെ നിന്നാണ് മരണപ്പെടുന്നത്. അതുതന്നെയാണ് മരണത്തിന്റെ കാരണവും. ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തിന് വേണ്ടിയാണ് നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത്. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാത്തവരുടെ മരണം ചിലപ്പോൾ ഈമാൻ ഇല്ലാതെ അവർ മരണപ്പെട്ടേക്കാം. അതിനുവേണ്ടിയാണ് നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത്. പടച്ചറബ്ബ് നമ്മൾ ഇന്ന് മരിക്കും നാളെ മരിക്കും എന്നുള്ള ഒരു ഇൻഫർമേഷനും കൂടി തരാതെയാണ് പടച്ചറബ്ബ് നമ്മളെ കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം പോലെ തന്നെ നമ്മുടെ മരണവും സന്തോഷത്തിലാകും. പടച്ചറബ്ബ് നമുക്കൊക്കെ ഈമാൻ നിലനിർത്തി തട്ടെ. ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ. ആമീൻ.
പടച്ചറബ്ബ് ഈ മയ്യത്തിന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു മാഫിറത്തും മർഹമത്തും കൊടുത്ത് പടച്ചറബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ ശുദ്ധീകരിക്കട്ടെ റബ്ബ്. പരസ്യവും രഹസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചറബ്ബ് പുറത്തു കൊടുക്കട്ടെ. അർഹമുറാഹിമായ റബ്ബെ, ഈ മയ്യത്തിന് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ. പടച്ചറബ്ബെ, പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണമാണ് റബ്ബെ. ഇവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം ഈ മയ്യത്തിന് കൊടുക്കണ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ. പടച്ചറബ്ബെ, ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബെ. പടച്ചറബ്ബെ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ. നമ്മുടെ ഉമ്മമാർക്കും മാതാപിതാക്കൾക്കും ആരോഗ്യവും ആഫിയത്തും നീ കൊടുക്കണ റബ്ബെ. സന്തോഷമുള്ളൊരു ജീവിതം കൊടുക്കണ റബ്ബെ. സമാധാനമുള്ളൊരു ജീവിതം കൊടുക്കണ റബ്ബെ. പടച്ചറബ്ബെ, ഇവരുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ. അർഹമുറാഹിമായ റബ്ബെ, ഒരുപാട് പേര് പെട്ടെന്നും പിടുങ്ങനെയും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ. അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ. സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ. അവർക്കൊക്കെ നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്കൊക്കെ കൊടുക്കണ റബ്ബെ. അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ച് കൂട്ടണ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ. സ്വർഗത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കണേ റബ്ബെ. നരകത്തിന്റെ കവാടം നീ കൊട്ടിയടക്കണേ റബ്ബെ. പടച്ച റബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ. പടച്ച റബ്ബെ, ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുആ ചെയ്യിപ്പിക്കുക. ദുആ വസിയത്തോടു കൂടി. അസ്സലാമു അലൈക്കും